എൻ്റെ പിന്നെ കളങ്കപ്പെടുത്തുക, പൊതുസമൂഹത്തിന് മുമ്പിൽ കളങ്കപ്പെടുത്തുക, ജനങ്ങളിലുള്ള അംഗീകാരം നശിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക വിഭാഗക്കാർ പ്രവർത്തിക്കുന്നുണ്ട് സംഘടിതമായിട്ട്. അവർ മാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്, ചാനലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നേരത്തെയുള്ള കോക്കസാണ്. അതായത് അങ്ങയ്ക്കെതിരെ ഉള്ള സംഭവങ്ങൾ എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ പണ്ടൊരു വീട് വിവാദം മുതൽ നിരവധി വിവാദങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വന്നു. സാന്റിയാഗോ മാർട്ടിൻ മുതൽ ഈ വിവാദങ്ങളെല്ലാം ഒരേ ടീമാണോ മാനേജ് ചെയ്യുന്നത്? ഒരേ ടീമാണ് മാനേജ് ചെയ്യുന്നത്. പഴയ വിഭാഗീയത എല്ലാം ഒരേ മാനേജ്, അതിൻ്റെ പരമ്പരാഗതക്കാരാണ് ഇപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് അവരിങ്ങനെ? എനിക്കറിയില്ല. അത് എന്ത് ഞാനാണെങ്കിൽ അവരെ ഒന്നും തിരിച്ച് പ്രതിരോധിക്കാനൊന്നും ചെയ്യുന്നില്ല. എന്താ പ്രതിരോധിക്കാത്തത്? ഞാനാണെങ്കിൽ എന്തിനാ ഇതവരെ എൻ്റെ പേരെ ഇങ്ങനെ കയറുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഞാൻ അവസാനത്തിൽ ചേരുന്ന കാര്യം എൻ്റെ രാഷ്ട്രീയത്തെ എന്നെ നശിപ്പിക്കൽ വഴി എൻ്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നില, അതുവഴി പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. പാർട്ടി കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അത് ഞാൻ നിശ്ചയിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറയുക എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ കാര്യം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാൽ പാർട്ടിയുടെ കാര്യം പറയും. എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയാൻ പറ്റൂ. ഞാൻ ആ കാര്യങ്ങളെ പറയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിഹത്യ നടത്താൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം ഞാൻ എപ്പോഴും തുറന്ന് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്കതിലൂടെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഗൂഢാലോചനക്കാർക്കെതിരെ നിയമ നടപടിയിലേക്ക് കടക്കും? ഞാനൊരു നിയമ നടപടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഇതിനൊക്കെ പ്രൂഫ് വേണം. സാധാരണ പ്രൂഫ് പോരാ, കോടതിയിലേക്കുള്ള പ്രൂഫ് വേണം. എൻ്റെ നിരീക്ഷണത്തിലും എൻ്റെ വീക്ഷണത്തിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണ് ഞാനിത്. അതിൻ്റെ പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ മേലെ പ്രൂഫ് എടുത്ത് കോടതിയിൽ പോയി കേസ് കൊടുത്ത് ഇതിൻ്റെ പിന്നാലെ നടക്കാറ് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഭാര്യ കേസ് കൊടുത്ത് വിധി അനുകൂലമായി മേടിച്ച ഒരു വിജയ ചരിത്രം അതുണ്ട്. അത് മനോരമക്കാരന്ന് ചെയ്തൊരു പണി. ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യം എനിക്ക് വ്യക്തിപരമായി ഞാനൊരു താല്പര്യവും ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി ഞാനൊന്നും നേടാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചെയ്യാനുള്ളത് ജനങ്ങൾക്കിടയിൽ സമൂഹത്തിന് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം കൊണ്ടുപോയി കേസ് നടത്താനും ഒരു സ്ഥിരം കടലാസ് കിട്ടും ഒരു കോടതി പോയി നിൽക്കാനും ഇങ്ങനെയുള്ളതിനൊന്നും ഞാനില്ല. പറയുന്നവർ പറഞ്ഞോട്ടെ. ഈ വിവാദങ്ങൾക്ക് ശേഷം അങ്ങയ്ക്കെതിരെ ഈ പാർട്ടിയിൽ വലിയ ചർച്ചയാണ്, പാർട്ടി നടപടിയെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമുണ്ട്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിനുള്ള തുലവും സാധ്യത ഇല്ലെന്നുള്ളതും അറിയാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പിണറായിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടു. അന്ന് അദ്ദേഹം അങ്ങേ തള്ളി പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ശിവൻ പാവത്തിൻ്റെ ഒപ്പം ചേരുമ്പോൾ ശിവനും പാവമായി മാറും, രാവിലെ മുതൽ എഴുന്നേറ്റാൽ വഞ്ചിക്കാൻ നടക്കുന്നവരെ തിരിച്ചറിയേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊരു പൊതുസമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, ഒരു സന്ദേശമാണത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ മാധ്യമക്കാരും അത് പാഠമാക്കണം. അവരിപ്പോൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അവർക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് അവരും നശിക്കരുത്, ആരും നശിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മഹത്തായ സന്ദേശമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ കൊടുത്തത്. അതെല്ലാവർക്കും കൂടെ സന്ദേശമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.